Hello friends, welcome to lesson M3 CM5 in Financial Markets and Services for BCom profession. In this lesson, we'll try to understand what are the recent trends in primary market. ഏതൊരു സെഷൻ്റെയും അവസാനത്തിൽ മിക്കപ്പോഴും നിങ്ങളുടെ സിലബസിൽ കാണുന്ന ഒരു കാര്യമാണ് റീസെൻറ്റ് ട്രെൻഡ്സ്. അതായത് ആരംഭിക്കുന്ന നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ആരംഭിച്ച് പിന്നെ ആ മൊഡ്യൂളിൻ്റെ അല്ലെങ്കിൽ ആ ടോപ്പിക്കിൻ്റെ ഡീറ്റെയിൽസിലൂടെ കടന്നുപോയി അവസാനം വാട്ട് ആർ ദ മോഡേൺ ഹാപ്പനിങ്സ് അല്ലെങ്കിൽ റീസെൻറ്റ് ട്രെൻഡ്സ് എന്ന് വെച്ചാണ് അവസാനിക്കുന്നത്. എന്ന് പറയുന്ന പോലെ പ്രൈമറി മാർക്കറ്റിലെ റീസെൻറ്റ് ട്രെൻഡ്സ് എന്താണ്? നമ്മൾ പ്രൈമറി മാർക്കറ്റ് കാര്യമായിട്ട് പഠിച്ചു, മെത്തേഡ്സ് ഓഫ് റേസിംഗ് ഫണ്ട്സ് ഇൻ പ്രൈമറി മാർക്കറ്റ് പഠിച്ചു, ഇന്റർമീഡിയറ്റ്സ് ഇൻ പ്രൈമറി മാർക്കറ്റ് പഠിച്ചു. അപ്പോൾ അത് കണക്കിന് ഇനി പ്രൈമറി മാർക്കറ്റിലെ ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ്സ് എന്താണ്, റീസെന്റ് ട്രെൻഡ്സ് എന്താണ് എന്ന് നമുക്ക് ഈ ലെസണിൽ നോക്കാം. ഓക്കെ, ആദ്യത്തേത് റേസിംഗ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ റീസെന്റ് ട്രെൻഡ്സിന്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കിയാൽ റേസിംഗ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പ്രൈമറി മാർക്കറ്റിൽ ഏത് അളവിലാണ് ഫണ്ട് റേസിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഫണ്ട് റേസിംഗിന് എത്ര കണ്ട് പ്രൈമറി മാർക്കറ്റ് ഇന്ത്യയിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഇതിൽ പറയുന്നത് 1991-92, അതായത് 91-92 ഇന്ത്യയിൽ കാര്യമായിട്ടൊരു ഇക്കണോമിക് റിഫോംസ് നടക്കുകയുണ്ടായി. എനിക്കൊക്കെ ഓർമ്മയുണ്ട്, ഞാനൊക്കെ ഏകദേശം ഒരു ഡിഗ്രി കഴിയുന്ന ആ ഒരു വർഷത്തിലാണ് ഈ ചേഞ്ചസ് എല്ലാം വന്നത്. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശ്രീ PV നരസിംഹറാവു ആയിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി. തുടർന്ന് അതേ ഒരു അതിനൊരു എക്സ്റ്റൻഷനായിട്ട് ശ്രീ മൻമോഹൻ സിംഗിന്റെ മിനിസ്ട്രിയിലും ഇത്തരത്തിലുള്ള ലിബറലൈസേഷൻ അല്ലെങ്കിൽ ഉദാരവൽക്കരണം, ഇക്കണോമിക് റിഫോംസ് തുടരുകയുണ്ടായി. അപ്പൊ ഇതിന്റെ എല്ലാം ഫലമായിട്ട് ഫണ്ട് റേസിങ്ങിനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗമായി തീർന്നു പ്രൈമറി മാർക്കറ്റ്. നമ്മൾ വീട്ടുകാരുടെ പണം കൊണ്ടുവന്നോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നമ്മളുടെ അസറ്റ്സ് വിറ്റഴിച്ച് പണം കണ്ടെത്തിയോ ഒരു ബിസിനസ് ആരംഭിക്കുന്ന പ്രവണതയ്ക്ക് പകരം നമ്മൾ പ്രൈമറി മാർക്കറ്റ് ഉപയോഗിച്ച്, അതായത് നാട്ടുകാരുടെ പണം ഉപയോഗിച്ച് അല്ലെങ്കിൽ നാട്ടുകാരെ ഷെയർ ഹോൾഡേഴ്സ് ആക്കി നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്ന ഒരു സിസ്റ്റം വളരെ പോപ്പുലർ ആവുകയുണ്ടായി. വളരെയധികം പബ്ലിക് ഇഷ്യൂസ് അതിനുശേഷം പുറത്തു വരികയുണ്ടായി. വളരെയധികം ഫ്രഷ് ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ, വളരെയധികം പ്രൈമറി ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ ഇതുവഴി ഉണ്ടാവുകയുണ്ടായി. അപ്പൊ ഇതിൽ പറയുന്നൊരു കാര്യം, നമ്പർ ഓഫ് IPOs എടുത്താൽ, IPO എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ആണ്. ഒരു കമ്പനി ആദ്യമായിട്ട് അതിന്റെ ഷെയർസ് വിറ്റഴിച്ച് പണം കണ്ടെത്തുന്നതിന് നമ്മൾ IPO എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പുതിയ കമ്പനി ഷെയർസ് വിറ്റഴിച്ച് പണം കണ്ടെത്തുന്നതിന് IPO എന്ന് പറയുന്നത്. അപ്പൊ IPOന്റെ നമ്പറോ അല്ലെങ്കിൽ IPOന്റെ വോളിയൂം ഓഫ് മണിയോ റേസ് ചെയ്തിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ 2021 സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ലോകത്തിലെ തന്നെ ടോപ്പ് 10 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ഒന്നായിട്ട് വരുന്നു. ഇതില് പല ഡിവിഷൻസ് ആയിട്ട് നമുക്ക് ഈ റേസിംഗ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് നോക്കാനുണ്ട്. അതിൽ ആദ്യം തന്നെ പബ്ലിക് ഇഷ്യൂവിൽ റേസ് ചെയ്ത എമൗണ്ട് നമുക്ക് നോക്കാം. 2018 ഇതിൽ മൂന്നാമത്തെ കൊടുത്തി 2018 അറൌണ്ട് 30,000 crores. നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ എക്സാക്ട് ഫിഗർ ഓർക്കണം എന്നങ്ങനെ നിർബന്ധമില്ല. ഒരു അപ്രോക്സിമേറ്റ് ഫിഗർ, റീസണബിളി ആക്യുറേറ്റ് അപ്രോക്സിമേറ്റ് ഫിഗർ നിങ്ങളുടെ മൈൻഡിലുണ്ടാവും. ഇതൊരു കമ്പാരിറ്റീവ് സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ്. അതായത് 2018 30,000 crores, 2019 12,000 crores. അപ്പോൾ വലിയൊരു കുറവാണ് 18 19 കാണുന്നത്. 19 വീണ്ടും 20 വരുമ്പോൾ 25,000 crores ആയി. പക്ഷെ എപ്പോഴും നമ്മൾ 2018 ലെവലുകളിലേക്ക് എത്തിയിട്ടില്ല. ഇതിപ്പോൾ 2021 ഫിഗേഴ്സ് വരുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ 2018 ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ വലിയ സംഖ്യകളാണ് പ്രൈമറി മാർക്കറ്റ് ഉപയോഗിച്ച് ആളുകൾ റേസ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഇവിടെ ഒരു കുറവ് വന്നു എന്ന് നോക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഇവർ കണ്ടെത്തിയിരിക്കുന്നത്, ഒരു പബ്ലിക് ഇഷ്യൂ ക്ലോസ് ചെയ്ത്, അതായത് പബ്ലിക് ഇഷ്യൂവിന്റെ സബ്സ്ക്രിപ്ഷൻസ് ക്ലോസ് ചെയ്ത് അതിനുശേഷം അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നത് തമ്മിലുള്ള ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് എൻ്റെ ഷെയർ വാങ്ങാൻ വിൽക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. ഷെയർ ഇഷ്യൂരുടെ ഷെയർ എടുത്ത് എത്രയും വേഗം തന്നെ അതിന്റെ പ്രൈസ് ഇൻക്രീസ് മുതലെടുത്ത് അത് വിറ്റ് കാശാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ഗ്യാപ്പ് കൺസിഡറബിൾ ആണെങ്കിൽ ആളുകൾക്ക് താല്പര്യം പോകുന്നു. കാരണം
ദിവസക്കണക്കിന് പൈസ മറിച്ച് പണമുണ്ടാക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ എന്താണ്, ഞാൻ ഷെയർ എടുത്ത് ഞാൻ കുറെ കാലം കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൗണ്ട് ഇൻവെസ്റ്റ്മെന്റിന് പകരം ഞാനത് വിറ്റ് ഷെയർ പ്രൈസ് ഞാനത് കയ്യിൽ വെച്ച് ഷെയർ പ്രൈസ് ഇൻക്രീസ് ആയ ഉടനെ തന്നെ അത് വിൽക്കുന്ന ഒരു ടെൻഡൻസി നമ്മൾ കാണുന്നുണ്ട്. ഈ ലിസ്റ്റിംഗിൽ വരുന്ന ഡിലേ, ലിസ്റ്റിംഗ് എന്ന് പറയുന്നത് ലിസ്റ്റിംഗ് നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മളുടെ ഷെയർ വിൽക്കാനുള്ള യോഗ്യത നേടുന്നതിനെയാണ് നമ്മൾ ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. ലിസ്റ്റിംഗ് നടത്തിയാൽ മാത്രമേ നമ്മുടെ ഷെയർസ് നമുക്ക് വിൽക്കാൻ സാധിക്കുകയുള്ളൂ. ലിസ്റ്റിംഗിൽ ഡിലേ വരുന്നതോടെ ആളുകൾക്ക് ഷെയർസ് എടുക്കുന്ന അല്ലെങ്കിൽ ഷെയർസ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ഒരു താല്പര്യക്കുറവ് സംഭവിച്ചു. അപ്പൊ ഇതാണ് ലോങ് ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ക്ലോസിംഗ് ഓഫ് സബ്സ്ക്രിപ്ഷൻ ഞാനിവിടെ എഴുതിയിട്ടില്ല ടു ലിസ്റ്റിംഗ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് കൺസിഡർഡ് ആസ് എ റീസൺ ഫോർ ഡിക്ലൈൻ ഇൻ ഫിഗേഴ്സ്. അടുത്തത് പ്രൈവറ്റ് പ്ലേസ്മെന്റ്. നമുക്കറിയാം പ്രൈവറ്റ് പ്ലേസ്മെന്റ് നമ്മൾ പഠിച്ചു. നമ്മൾ പബ്ലിക്കായിട്ട് ഷെയർസ് വിൽക്കുന്നതിന് പകരം നമ്മളുടെ സ്വന്തക്കാർക്കോ ബന്ധുക്കൾക്കോ ഒക്കെ ആയിട്ട് നമ്മൾ പരിമിതപ്പെടുത്തിയ ഷെയർസ് കൊടുക്കുന്നതിന് നമ്മൾ പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറയും. പ്രൈവറ്റ് പ്ലേസ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കാണുന്നത് 2020-21 7.25 ലക്ഷം, അതായത് 7.25 ലക്ഷം കോടി രൂപ പ്രൈവറ്റ് പ്ലേസ്മെന്റിലൂടെ നേടിയിട്ടുണ്ട്. an increase of 14% ഇയർ ഓൺ ഇയർ. YOY എന്ന് പറഞ്ഞാൽ ഇയർ ഓൺ ഇയർ. കഴിഞ്ഞ വർഷത്തോട് അപേക്ഷിക്കുമ്പോൾ, അതായത് 19-20 അപേക്ഷിക്കുമ്പോൾ 2021 7.25 ലക്ഷം കോടി രൂപ പ്രൈവറ്റ് പ്ലേസ്മെന്റിലൂടെ എടുത്തിരിക്കുന്നു. അതായത് 14% വർധനവ് കഴിഞ്ഞ വർഷത്തേക്കാൾ ഉണ്ടായിരിക്കുന്നു. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാം പ്രൈവറ്റ് പ്ലേസ്മെന്റിന് ഒരു പോപ്പുലാരിറ്റി കൂടുന്നുണ്ട്. അതേസമയം അവിടെ തന്നെയാണ് പബ്ലിക് ഇഷ്യൂ പഴയതുപോലെ സ്ട്രോങ് ആകുന്നില്ല. അപ്പൊ ഇങ്ങനെ രണ്ടുമൂന്ന് ട്രെൻഡ്സ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പബ്ലിക് ഇഷ്യൂ പഴയതുപോലെ 18 ഫിഗേഴ്സ് പോലെ പിക്കപ്പ് ചെയ്യുന്നില്ല. അതേസമയം ആ ഗ്യാപ്പിലേക്ക് പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് 2021 തന്നെയാണ് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ മാക്സിമം എമൗണ്ട് ഓഫ് ഫണ്ട്സ് പ്രൈവറ്റ് പ്ലേസ്മെന്റിലൂടെ റേസ് ചെയ്തതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രൈവറ്റ് പ്ലേസ്മെന്റിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഫണ്ട്സ് പ്രൈവറ്റ് പ്ലേസ്മെന്റിലൂടെ റേസ് ചെയ്തത് 2021 ഏകദേശം 7 ലക്ഷം കോടി രൂപ എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, പോയിന്റ് സി, റിവൈവൽ ഓഫ് പ്രൈമറി മാർക്കറ്റ്. അപ്പൊ റിവൈവൽ ഓഫ് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 2018 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിലല്ല ചിന്തിക്കേണ്ടത്. നമ്മൾ കുറെ കൂടി ബാക്കിലേക്ക് പോകാം, കുറെ കൂടി ബാക്കിലേക്ക്, അതായത് 2000 ഫിഗർ. അപ്പൊ നിങ്ങളൊക്കെ ഏകദേശം എനിക്ക് തോന്നുന്നത് ജനിച്ച വർഷങ്ങൾ ഏകദേശം 2000 ഒക്കെ ആയിരിക്കണം. അപ്രോക്സിമേറ്റ്ലി അറൌണ്ട് 2000s ജനിച്ച കുട്ടികളാണ് നിങ്ങൾ. അപ്പൊ 2000 ഓൺവേർഡ്സ് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഇവിടെ റിവൈവൽ എന്ന് പറയുന്ന ഒരു പോർഷനിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇതിന് മുൻപ് പറഞ്ഞ 2 പോയിന്റ്സ്, പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആയാലും അതിന് മുൻപ് പറഞ്ഞ പബ്ലിക് ഇഷ്യൂസിൽ എമൗണ്ട് റേസ്ഡ് ആയാലും നമ്മൾ ലാസ്റ്റ് ഒരു 5 ഇയേഴ്സിന്റെ ട്രെൻഡാണ് എടുത്തത്. ഇവിടെ വരുമ്പോൾ നമ്മൾ റിവൈവൽ ഓഫ് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ട്രെൻഡിലേക്ക് കടക്കുമ്പോൾ നമ്മൾ 2000 മുതലുള്ള ലാസ്റ്റ് 2 ഡെക്കേഡ്സ്, കഴിഞ്ഞ 20 വർഷത്തെ ഒരു ട്രെൻഡാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് 2000 ആണ്ടിൽ നിന്ന് നോക്കുമ്പോൾ അതിന് മുൻപുള്ള കാലഘട്ടത്തേക്കാൾ, അതായത് പ്രീ 2000-നേക്കാൾ ഇന്ത്യൻ പ്രൈമറി മാർക്കറ്റ് ഹാസ് റെക്കോർഡഡ് ഇംപ്രസീവ് ഗ്രോത്ത്. അതിന് റീസൺ എന്താണ്? 91-92 എക്കണോമിക് റിഫോംസ് തന്നെയാണ്, സംശയമില്ല. അപ്പൊ 91-92 എക്കണോമിക് റിഫോംസ് ഒന്ന് റെഡിയായി അതിന്റെ റിസൾട്ട്സ് ഒക്കെ വന്നപ്പോഴത്തേക്കും ഏകദേശം 2000 ആയി. 2000 ഓൺവേർഡ്സ് പ്രൈമറി മാർക്കറ്റിൽ ട്രെമൻഡസ് ഗ്രോത്ത് ഉണ്ടായി. ഇതിന് കാരണങ്ങൾ എന്താണ്? സ്ട്രോങ് ഫണ്ടമെന്റൽസ്. കമ്പനികളുടെ അടിസ്ഥാനപരമായ ഫിനാൻഷ്യൽ മെട്രിക്സുകളെല്ലാം വളരെ സ്ട്രോങ് ആണ്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്സോ അസറ്റ്സ് ടു പ്രോഫിറ്റ് റേഷ്യോയോ ഒക്കെ വളരെ സ്ട്രോങ് ആയതുകൊണ്ട്, അത് സൗണ്ട് ബിസിനസ് ക്ലൈമറ്റിൽ നിന്നാണ് അതെല്ലാം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ നയങ്ങൾ എക്സ്പോർട്ടിനെ പോപ്പുലറൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ എമർജിംഗ് ഫീൽഡ്സ് ലൈക്ക് IT ഇതൊക്കെ കൂടുതൽ പോപ്പുലറൈസ് ചെയ്യാൻ ഗവൺമെന്റ് ഇൻസെന്റീവ്സ് ഒക്കെ കൊടുക്കുന്നത് കൊണ്ട് കമ്പനികൾക്ക് ധാരാളം പ്രോഫിറ്റ്സ് ഉണ്ടാക്കാനും അതുവഴി കമ്പനികൾക്ക് അസറ്റ്സ് ബിൽഡപ്പ് ചെയ്യാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇക്കണോമിക് ഫണ്ടമെന്റൽസ്, നിങ്ങൾ ഫിനാൻഷ്യൽ റേഷ്യോസ് ഒക്കെ പഠിക്കുന്നവരാണ്. അപ്പോൾ ഫണ്ടമെന്റൽ റേഷ്യോസ് എല്ലാം വളരെ സ്ട്രോങ് ആയിരുന്നു. ഫേവറബിൾ ഇൻവെസ്റ്റ്മെന്റ് ക്ലൈമറ്റ്, ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ചിലപ്പോൾ ഫോറിൻ ക്യാപിറ്റൽ കൊണ്ടുവരാൻ ഗവൺമെന്റ് പെർമിഷൻ കൊടുക്കുന്നു, ടെക്നോളജി ട്രാൻസ്ഫറിന് ഗവൺമെന്റ് പെർമിഷൻ കൊടുക്കുന്നു, എക്സ്പോർട്സിന് ഗവൺമെന്റ് ഇൻസെന്റിവൈസ് ചെയ്യുന്നു, നമ്പർ ഓഫ് ക്ലിയറൻസസ്, ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഒരു ബിസിനസ് ആരംഭിക്കാൻ വേണ്ട നമ്പർ ഓഫ് ക്ലിയറൻസസ് കുറയ്ക്കുന്നു, ഒരു പബ്ലിക് ഇഷ്യൂവിന് വേണ്ട പേപ്പർ വർക്കിന്റെ അളവിൽ കുറവ് വരുത്തുന്നു. അതായത് ഫേവറബിൾ ഇൻവെസ്റ്റ്മെന്റ് ക്ലൈമറ്റ്. അതുപോലെ രാജ്യത്ത് മൊത്തത്തിൽ ഡിമാൻഡ് കൂടുന്നു, കാരണം ആളുകൾക്ക് ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കൂടുന്നു.
അപ്പൊ അതൊക്കെ ഒരു ഫേവറബിൾ ഇൻവെസ്റ്റ്മെന്റ് ക്ലൈമറ്റിലേക്ക് നയിക്കുന്നു. എക്സലന്റ് റിസൾട്ട്സ് എന്ന് പറഞ്ഞാൽ എക്സലന്റ് ഫിനാൻഷ്യൽ റിസൾട്ട്സ് ആണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റ് റിസൾട്ട്സ് ആണ് ഉദ്ദേശിക്കുന്നത്. സ്ട്രോങ് സെയിൽസ്, സ്ട്രോങ് റവന്യൂ ഫ്ലോസ്, ഇതെല്ലാമാണ് എക്സലന്റ് റിസൾട്ട്സ്. ബോയന്റ് സെക്കൻഡറി മാർക്കറ്റ്സ്, ബോയന്റ് എന്ന് പറഞ്ഞാൽ ഫ്ലറിഷിംഗ് എന്നുള്ള ഒരു അർത്ഥത്തിൽ, ഫ്ലറിഷിംഗ് സെക്കൻഡറി മാർക്കറ്റ്, അതായത് നിങ്ങൾ പ്രൈമറി മാർക്കറ്റിൽ ഷെയർ എടുത്ത് നിങ്ങൾക്ക് അത് സെക്കൻഡറി മാർക്കറ്റിൽ നല്ല പ്രൈസിന് വിൽക്കാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ബോയന്റ് സെക്കൻഡറി മാർക്കറ്റ്സ് എന്ന് പറയുന്നത്. ബോയന്റ് എന്ന് പറഞ്ഞാൽ ഫ്ലോട്ട് ചെയ്യുന്ന അവസ്ഥ, നമ്മൾ പൊങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥ, ലൈഫ് ബോയ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. നമ്മൾ മുങ്ങാൻ പോകുമ്പോൾ നമ്മൾക്ക് ചുറ്റിനും കിട്ടുന്ന ആ ഒരു സാധനത്തിനാണ് നമ്മൾ ബോയ് എന്ന് പറയുന്നത്. അപ്പൊ ബോയന്റ് സെക്കൻഡറി മാർക്കറ്റ്സ് എപ്പോഴും നല്ല ഫ്ലോട്ടിംഗ് ഉയരത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഷെയർ എടുത്താൽ നിങ്ങളുടെ ഷെയർ നല്ല പ്രൈസിന് വിൽക്കാൻ സാധിക്കുന്ന വിധത്തിൽ സെക്കൻഡറി മാർക്കറ്റ് നല്ല പീക്കായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു അവസ്ഥ. ഇതെല്ലാം കൊണ്ട് ധാരാളം കമ്പനികൾ അവരുടെ ഷെയർ ഇഷ്യൂ, IPO വഴി അവരുടെ ഷെയർ ഇഷ്യൂ ആയിട്ട് രംഗത്തെത്തി. അതുപോലെ തന്നെ കമ്പനികൾക്ക് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന്റെ അടുത്ത് ഫർദർ ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ സാധിച്ചു. ഇതിനാണ് നമ്മൾ റൈറ്റ്സ് ഇഷ്യൂ എന്ന് പറയുന്നത്. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർക്ക് ഫർദർ ഷെയർസ് കൊടുക്കാൻ സാധിച്ചു. എന്തുകൊണ്ടാണ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഹാപ്പി ആയിട്ട് ഫർദർ ഷെയർസ് എടുക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, കമ്പനിയുടെ ഫിനാൻഷ്യൽ റിസൾട്ട്സ് നല്ലതാണ്, അതുകൊണ്ട് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡറായി എനിക്ക് കിട്ടിയിരിക്കുന്ന ഡിവിഡൻഡിന്റെ പുറമെ എനിക്ക് ഇതാ ഫർദർ ഷെയർസ് കിട്ടാനുള്ള ചാൻസ് റൈറ്റ്സ് ഇഷ്യൂയുടെ ഞാൻ നിശ്ചയമായിട്ട് എടുക്കും, കാരണം എനിക്ക് നല്ല ഡിവിഡൻഡ് കിട്ടുന്നുണ്ട്. സ്ട്രോങ് റിസൾട്ട്സ്, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, അതായത് എൻ്റെ ഷെയറിന്റെ മാർക്കറ്റിലെ സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രൈസ് വളരെ ഹൈ ആണ്. എനിക്കൊരു റൈറ്റ്സ് ഇഷ്യൂയിലൂടെ 1000 ഷെയർ കൂടി കിട്ടിയാൽ തെറ്റില്ല. 1000 ഷെയർ ഓൾറെഡി എനിക്കുണ്ട്, ഞാൻ 10 രൂപയ്ക്ക് വാങ്ങിച്ചു. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുമ്പോൾ എൻ്റെ ഷെയറിന്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ പ്രൈസ് നോക്കുമ്പോൾ 10 രൂപയുടെ ഷെയറിന്റെ വില ഇന്ന് 100 രൂപയാണ്, അല്ലെങ്കിൽ 80 രൂപയാണ്. 8 ടൈംസ് ഇൻക്രീസ് ആണ് ഒറ്റ വർഷം കൊണ്ടുണ്ടായത്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇസ് വെരി ഗുഡ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് 1000 ഷെയർ കൂടി ഈ കമ്പനി റൈറ്റ്സ് ഇഷ്യൂയിലൂടെ തരാമെന്ന് പറഞ്ഞാൽ ഞാൻ ചാടി വീഴും. അപ്പൊ ഇതുകൊണ്ടാണ് കമ്പനികൾക്ക് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന്റെ അടുത്ത് വീണ്ടും റൈറ്റ്സ് ഇഷ്യൂയിലൂടെ ചെന്ന് ഷെയർസ് ഓഫർ ചെയ്യാനും അവരത് അക്സെപ്റ്റ് ചെയ്യാനും അങ്ങനെ പണം ഉണ്ടാക്കാനും സാധിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ പറയുന്ന ഒരു പ്രത്യേകത, ഇത്തരത്തിൽ പ്രൈമറി മാർക്കറ്റിലൂടെ റേസ് ചെയ്ത ഫണ്ട്സിന്റെ 20% ന്യൂ ജനറേഷൻ, അന്നത്തെ കാലത്തെ ന്യൂ ജനറേഷൻ ബിസിനസ് ആയ IT ബിസിനസ്സിൽ നിന്നാണ്. ഒരുപക്ഷെ നമ്മൾ ഇന്ന് കാണുന്ന പല വലിയ കമ്പനികളും, ഇൻഫോസിസ് ആയാലും വിപ്രോ ആയാലും TCS ആയാലും, ഇത്തരം കമ്പനികളെല്ലാം ആ ഒരു ടൈമിൽ IPOയിലൂടെ മാർക്കറ്റിനെ ഹിറ്റ് ചെയ്ത് ധാരാളം ഫണ്ട്സ് ഉണ്ടാക്കി ഷെയർ ഹോൾഡേഴ്സിന് നല്ലപോലെ റിവാർഡ് ചെയ്ത് നല്ല ഫിനാൻഷ്യൽ പെർഫോമൻസ് അതിനുശേഷം ഇങ്ങോട്ടുള്ള ഒരു 20 വർഷം കാഴ്ചവെച്ചിട്ടുള്ള കമ്പനികളായിരിക്കും. ഓക്കെ, ഇനി മറ്റൊരു പോയിന്റ് ഇതിൽ കാണുന്നത് ന്യൂ ഇനീഷ്യേറ്റീവ്സ്. എന്തൊക്കെ ഇനീഷ്യേറ്റീവ്സ് ആണ് ഗവൺമെന്റ് ഈ ഒരു ഇൻക്രീസ്ഡ് ഇൻട്രസ്റ്റ് ഇൻ പ്രൈമറി ഇഷ്യൂസിൽ നിലനിർത്താൻ വേണ്ടി ഗവൺമെന്റ് എടുത്തത്? അതിൽ നോക്കിയാൽ നമുക്കറിയാം, ബുക്ക് ബിൽഡിംഗ് നിങ്ങൾക്കറിയാം. ഒരു പർട്ടിക്കുലർ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിന് പകരം ഒരു പ്രൈസ് റേഞ്ച് കമ്പനികൾ ഫിക്സ് ചെയ്യുന്നു. എന്നിട്ട് ഈ റേഞ്ചിനുള്ളിൽ ആളുകളുടെ അടുത്ത് നിന്ന് കൊട്ടേഷൻസ് ഇൻവൈറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓർഡേഴ്സ് ആവശ്യപ്പെടുന്നു. അപ്പോൾ ഓരോരുത്തരും ഒരു പർട്ടിക്കുലർ പ്രൈസിൽ ഇത്ര നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യുന്നു. ഒരാൾ പറയുന്നു ഞാൻ 1 ലക്ഷം ഷെയർ എടുക്കാം, ഒരു ഷെയറിന് 15 രൂപ വെച്ച്. വേറൊരാൾ പറഞ്ഞു ഞാൻ 2 ലക്ഷം ഷെയർ എടുക്കാം, ഒരു ഷെയറിന് 12.5 രൂപ വെച്ച്. ഇങ്ങനെ നോക്കി കമ്പനി ഏകദേശം ഒരു നല്ല പ്രൈസ് ഐഡന്റിഫൈ ചെയ്യും. എന്നിട്ട് ഇതാണ് പ്രൈസ് എന്ന് പറഞ്ഞ് കമ്പനി ഡിക്ലെയർ ചെയ്യും. അപ്പൊ വാങ്ങേണ്ടവർക്കെല്ലാം വാങ്ങിക്കാം, ആ പ്രൈസിന് വാങ്ങിക്കാം. ഇതിനാണ് നമ്മൾ ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു പർട്ടിക്കുലർ പ്രൈസ് നമ്മൾ ഗണിച്ച് കണ്ടുപിടിക്കേണ്ട, മാർക്കറ്റിലെ നമ്മളുടെ ഷെയറിനുള്ള ഡിമാൻഡ് എത്രയാണെന്ന് ഓർഡറുകൾ ക്ഷണിച്ച് അത് നമ്മളുടെ ഓർഡർ ബുക്കിൽ ഫില്ല് ചെയ്യുന്നത് വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പൊ ഈ ഒരു സാങ്കല്പിക പ്രോസസ്സിനാണ് നമ്മൾ ബുക്ക് ബിൽഡിംഗ്. കമ്പനിയുടെ ഷെയറുകൾക്കായുള്ള ഓർഡർ ബുക്ക് ഫില്ല് ചെയ്യുന്നു. പല ആളുകളുടെ നിന്ന് കൊട്ടേഷൻ വാങ്ങിച്ചിട്ട് പ്രൈസ് ഒരു റേഞ്ച് കൊടുത്തിട്ട് ഇതിനുള്ളിൽ നിങ്ങൾക്ക് കോട്ട് ചെയ്യാം. എല്ലാവരും കൊട്ടേഷൻ അയക്കുന്നു, നമ്മളുടെ ഓർഡർ ബുക്കിൽ എഴുതുന്നു. അങ്ങനെ നമ്മൾ കറക്റ്റ് പ്രൈസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നു. ആ പ്രൈസിൽ നമ്മൾ ഓഫർ ചെയ്യുന്നതിനാണ് ഷോർട്ടിൽ നമ്മൾ ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു പോയിന്റാണ്. ഇതിന് സെബി പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ്, ഷോർട്ടനിങ് ഓഫ് ടൈം ബിറ്റ്വീൻ ക്ലോഷർ ഓഫ് ബുക്സ് ആൻഡ് ലിസ്റ്റിംഗ്. അതായത് ഷെയർ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ പബ്ലിക് ഇഷ്യൂവിന്റെ ബുക്സ് ക്ലോസ് ചെയ്യുന്നു, ക്ലോസിംഗ് ഓഫ് സബ്സ്ക്രിപ്ഷൻസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലിസ്റ്റ് ചെയ്യാൻ തമ്മിലുള്ള ഗ്യാപ്പ്, ആ ടൈം ഗ്യാപ്പ് സെബി കുറച്ചിട്ടുണ്ട്. എത്രയാണെന്ന് നമുക്ക് ഒരു ദിവസം പറ്റുന്ന ടോപ്പിക്സിൽ പഠിക്കാം. പിന്നെ ഈ IPO എല്ലാ കാര്യങ്ങളും ഇലക്ട്രോണിക്കലി ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ പേപ്പർ വർക്ക് കണ്ടമാനം കുറച്ച് ഇലക്ട്രോണിക് മാർഗങ്ങളിലൂടെ IPO പ്രോസസ്സ് ഡ്രൈവ് ചെയ്യാനുള്ള ശ്രമം ഉണ്ടായി. അപ്പൊ
തന്നെ നമുക്കറിയാം, നമുക്കിപ്പോൾ തന്നെ അറിയാലോ എന്തെല്ലാം കാര്യങ്ങളും നമ്മൾ ഈ ഫോർമാറ്റിൽ ചെയ്യുന്നു. ഗവൺമെന്റിലേക്ക് ഒരു പേയ്മെന്റ് അടയ്ക്കുന്നത് മുതൽ നമുക്ക് വേണ്ട സർവീസസ്, നമുക്ക് വേണ്ട ഷോപ്പിംഗ് വരെ നമ്മൾ ഈ ഫോർമാറ്റിൽ ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ ഒരു IPO പ്രോസസ്സും ഗവൺമെന്റ് ഇലക്ട്രോണിക്കലി ആക്കി മാറ്റി ഒരുപാട് സമയവും കൺവീനിയൻസും അതിലേക്ക്, സമയം സേവ് ചെയ്യാനും ഒരുപാട് കൺവീനിയൻസ് അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഗവൺമെന്റ് സാധിച്ചു. അടുത്ത ഒരു പോയിന്റ്, ഈ പറയുന്ന ഡോമിനേഷൻ ഉണ്ടായപ്പോൾ, ഈ പറയുന്ന പബ്ലിക് ഇഷ്യൂവിലെ IPOകളിലെ ഗ്രോത്ത് ഉണ്ടായപ്പോൾ ഒരു പർട്ടിക്കുലർ സെഗ്മെന്റ് ഈ ഗ്രോത്തിൽ ഡോമിനേറ്റ് ചെയ്യുകയുണ്ടായി. അതേതാണെന്ന് ചോദിച്ചാൽ അതാണ് PSU. PSU എന്ന് പറഞ്ഞാൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, പൊതുമേഖലാ സ്ഥാപനം. അതായത് ഗവൺമെന്റിന് ഭൂരിഭാഗം ഷെയറുകളും മേൽ അവകാശമുള്ള സ്ഥാപനങ്ങൾ. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഗവൺമെന്റിന്റെ ഒരു PSU ആണ്, അല്ലെങ്കിൽ FACT ഗവൺമെന്റിന്റെ ഒരു PSU ആണ്. ലാഭത്തിലോടുന്ന അനേകം PSUകളുണ്ട്. ONGC, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഇതൊക്കെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് ആണ്. നിങ്ങളുടെ പബ്ലിക് സെക്ടർ ബാങ്ക്സ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇതൊക്കെ PSUകളാണ്. അപ്പൊ പൊതുമേഖലയിലുള്ള PSUകളും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളുമാണ് ഈ ഗ്രോത്ത് ഇൻ പബ്ലിക് ഇഷ്യൂ സമർത്ഥമായി മുതലെടുത്തത്. കാരണം അതിനു മുൻപ് വരെയും അവർക്ക് ഷെയർ മാർക്കറ്റിൽ കളിക്കാനുള്ള പെർമിഷൻ, എൻട്രി ചെയ്യാനുള്ള പെർമിഷൻ, ഷെയർ മാർക്കറ്റ് ഉപയോഗിച്ച് ഫണ്ട്സ് റേസ് ചെയ്യാൻ പെർമിഷൻ ഉണ്ടായിരുന്നില്ല. ഇക്കണോമിക് റിഫോംസ് വന്നപ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾ, കാരണം പൊതുജനത്തിന്റെ കാശാണ് പബ്ലിക് ഇഷ്യൂ, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അതിലുണ്ടായി. ഇക്കണോമിക് റിഫോംസ് വന്നപ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾക്കോ ഇവരുടെ സബ്സിഡിയറികൾക്കോ പബ്ലിക് ഇഷ്യൂ ചെയ്യാനും ഷെയർസ് ലിസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള പെർമിഷൻ ലഭിക്കുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് ഒരുപാട് പബ്ലിക് സെക്ടർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അത് ബാങ്കുകളാകാം, മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളാകാം, അല്ലെങ്കിൽ അതല്ലാത്ത രണ്ടുമല്ലാത്ത വ്യാവസായിക സ്ഥാപനങ്ങളാകാം, ഇവരൊക്കെ പബ്ലിക് ഇഷ്യൂവുമായി മുന്നോട്ട് വന്നു. കൂടുതലും ഇവർ ബോൺസ് ആണ് ഇറക്കിയത്. എന്നിട്ട് ഇതെല്ലാം ലിസ്റ്റ് ചെയ്യുകയുണ്ടായി. വളരെയധികം പ്രോഫിറ്റ് ജനങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഇവർക്ക് ഇവരുടെ ഗ്രോത്തിന് ആവശ്യമായ ഫണ്ട്സ് ധാരാളം റേസ് ചെയ്യാൻ സാധിക്കുകയുണ്ടായി. പോയിന്റ് 4 ഈസ് റിവാമ്പ് ഓഫ് IPO നോംസ് ബൈ സെബി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ റിഡ്യൂസിങ് ടൈം ബിറ്റ്വീൻ ക്ലോസിംഗ് ഓഫ് ബുക്സ് ആൻഡ് ലിസ്റ്റിംഗ് എന്ന് പറയുന്ന ഏരിയ പുറകെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. നേരത്തെ ബുക്സ് ക്ലോസ് ചെയ്തതിന് ശേഷം, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അല്ല, ഷെയർസിന്റെ സബ്സ്ക്രിപ്ഷന്റെ ബുക്സ് ക്ലോസ് ചെയ്തതിന് ശേഷം ലിസ്റ്റിങ്ങിന് 12 ദിവസം എടുക്കുമായിരുന്നു. ഈ 12 ദിവസത്തിനൊക്കെ നമ്മൾ ഒരു ഹൈ ഫിനാൻഷ്യൽ ആക്ടിവിറ്റി ലെവലിൽ ചിന്തിച്ചാൽ വളരെയധികം സമയമാണ്. 12 ദിവസം കൊണ്ട് നമുക്ക് കോടികൾ ഉണ്ടാക്കാൻ നഷ്ടപ്പെടാം. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ നോക്കിയപ്പോൾ സെബി ഈ ക്ലോസിംഗ് ഓഫ് ബുക്സ് ഓഫ് ഷെയർസ് ടു ലിസ്റ്റിംഗ് എന്ന് പറയുന്നത് 12 നിന്ന് 6 ദിവസമാക്കി ചുരുക്കി. രണ്ടാമത്തേത് ചെക്ക് ഫ്രീ പേയ്മെന്റ് സിസ്റ്റം. അതായത് പേയ്മെന്റ്സിന് ചെക്ക് ഇല്ലാതെ അത് ഡെപ്പോസിറ്ററികൾ മുഖാന്തരം, അതല്ലെങ്കിൽ ഷെയർസിന് സബ്സ്ക്രൈബേഴ്സിന്റെ ബാങ്ക് അക്കൗണ്ട് ആയിട്ട് നേരിട്ട് ലിങ്ക് ചെയ്ത് കമ്പനികൾക്ക് അതിൽ നിന്ന് തന്നെ ഫണ്ട്സ് കിട്ടുന്ന രീതിയിലൊക്കെ സെബി പ്രോസസ്സ് ഭംഗിയായിട്ട് ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് മാറ്റുകയുണ്ടായി. പല കേസിലും ഇപ്പൊ ഡെപ്പോസിറ്ററിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചെക്കിന് ആവശ്യമില്ല. നിങ്ങളുടെ ഡെപ്പോസിറ്ററിയിൽ നിന്ന് നിങ്ങളുടെ ചെക്ക് വിൽക്കുമ്പോൾ, നിങ്ങളുടെ ഷെയർസ് വിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി പേയ്മെന്റ് അതിലേക്ക് വരും. അതിന്റെ ഇടയിൽ ഒരു ഇൻസ്ട്രുമെന്റ്, ചെക്ക് പോലെ ഒരു ഇൻസ്ട്രുമെന്റ് ഡ്രോ ചെയ്ത് അത് അയച്ചു തന്ന് നിങ്ങളത് എൻകാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് പേയ്മെന്റ്സ് കംപ്ലീറ്റ്ലി ബിക്കെയിം ഇലക്ട്രോണിക്. അതാണ് ഇവിടെ ചെക്ക് ഫ്രീ. നിങ്ങൾ പേപ്പർ ഫ്രീ എന്ന് കരുതുക. പേയ്മെന്റ്സ് കംപ്ലീറ്റ്ലി ബിക്കെയിം ഇലക്ട്രോണിക്. നിങ്ങളൊരു കമ്പനിയുടെ ഷെയർസിന് അപ്ലൈ ചെയ്തു, എന്നിട്ട് നിങ്ങൾ അതിന്റെ കോൾസ് വരുമ്പോൾ നിങ്ങളുടെ ചെക്ക് ബുക്ക് കീറി ചെക്ക് അയച്ചു കൊടുക്കുക കമ്പനിക്ക്. എത്ര ടൈം എടുക്കും? അതിന് പകരം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആയിട്ട് അത് ലിങ്ക് ചെയ്തു. ആപ്ലിക്കന്റ് ബാങ്ക് ലിങ്ക്ഡ് സബ്സ്ക്രൈബർ അക്കൗണ്ട് എന്ന് പറഞ്ഞ അപ്സ എന്ന് പറഞ്ഞൊരു ഫോർമാറ്റിലാണ് ഇപ്പൊ മിക്കവാറും പബ്ലിക് ഇഷ്യൂ ഒക്കെ നടക്കുന്നത്. ആപ്ലിക്കൻസ് ബാങ്ക് ലിങ്ക്ഡ് സബ്സ്ക്രൈബർ അക്കൗണ്ട്, അങ്ങനെ എന്തൊരു ഫോർമാറ്റാണ് അപ്സ. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് നേരിട്ട് ലിങ്ക് ചെയ്തിരിക്കുകയാണ്. ആപ്ലിക്കേഷനിൽ നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് മെൻഷൻ ചെയ്യണം, സൈൻ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഷെയർസിന് സബ്സ്ക്രിപ്ഷൻ കോൾസ് വന്നാൽ ഓട്ടോമാറ്റിക്കലി അതിൽ നിന്ന് പോകാൻ നിങ്ങൾ റെഡിയാണെന്നാണ് പറഞ്ഞത്. അടുത്തത് കോമൺ KYC നോംസ്, നോ യുവർ കസ്റ്റമർ നോംസ്. ഓരോ പബ്ലിക് ഇഷ്യൂവിനും പലതരം KYC ഫോമുകൾ ഉപയോഗിച്ച് ജനങ്ങൾ നട്ടത്തിരിച്ചിട്ടുണ്ടാവും. പൊതുവായിട്ടൊരു പബ്ലിക് ഇഷ്യൂവിന് വേണ്ട KYC ഫോം എന്താണ്? KYC നമുക്കറിയാം, നോ യുവർ കസ്റ്റമർ. നമുക്ക് ബാങ്കിങ്ങിൽ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രേഖയാണ് KYC, നോ യുവർ കസ്റ്റമർ. നമ്മളെ സംബന്ധിച്ച് അടിസ്ഥാന വിവരങ്ങൾ, പേര്, ഫോൺ നമ്പർ, ഉദ്യോഗം, ശമ്പളം, തൊഴിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ആധാർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത് ക്യാപ്ചർ ചെയ്യുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് അത് വർഷത്തിലൊരിക്കലൊക്കെ റിവൈസ് ചെയ്യണം. പാൻ നമ്പർ, ഇതൊക്കെ വർഷത്തിലൊരിക്കൽ റിവൈസ് ചെയ്യണം. ഇതാണ് KYC, നോ യുവർ കസ്റ്റമർ എന്ന് പറയുന്നത്. പബ്ലിക്കേഷന് വേണ്ട KYC, ഓരോ കമ്പനിയുടെ പബ്ലിക്കേഷനും ഓരോ KYC ഫോം ആകുമ്പോൾ ഇത് വലിയ പാടാണ്. അപ്പൊ അതുകൊണ്ട് പൊതുവായിട്ട് പബ്ലിക് ഇഷ്യൂകൾക്ക് ഇന്ത്യയിൽ ഒരു കോമൺ KYC നോം സെബി ഇൻസ്ട്രക്ട് ചെയ്ത് തീർപ്പാക്കുകയുണ്ടായി.
അവസാനത്തേത് പേപ്പർലെസ് പ്രൈമറി മാർക്കറ്റ് ഇഷ്യൂസ്. നമ്മൾ നേരത്തെ അല്പം പറഞ്ഞു പോയതാണ്, ചെക്ക് ഇല്ലാത്ത ഒരു കാര്യം പറഞ്ഞു. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കുകയാണ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്ന സംഗതിയെ ഇല്ലാതായി. പകരം നിങ്ങൾക്ക് ഓൺലൈൻ ഷെയർസിന് അപ്ലൈ ചെയ്യാം. അതുപോലെ ഷെയർസിന്റെ അലോക്കേഷനിൽ ഹ്യൂമൻ ഇന്റർവെൻഷൻ പരമാവധി കുറച്ചു. എല്ലാം തന്നെ സിസ്റ്റംസ് ആണ് ചെയ്യുന്നത്. സിസ്റ്റത്തിന് ഒരു പർട്ടിക്കുലർ ആൽഗോറിതം അതിന് ഡിവൈസ് ചെയ്ത് കൊടുത്താൽ സിസ്റ്റം അതിനനുസരിച്ച് നിങ്ങൾ പറയുന്ന ഫോർമാറ്റിൽ നിങ്ങൾ പറയുന്ന ഒരു റേഷ്യോയിൽ 200 ഷെയർ 2:1 റേഷ്യോ അലോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ സിസ്റ്റം 200 ഷെയർ അപ്ലൈ ചെയ്ത ആൾക്ക് 100 ഷെയർ അലോട്ട് ചെയ്തതായിട്ട് കാണിക്കുന്നു. നേരത്തെ അത് മാനുവലി ഒരാളാണ് ചെയ്യുന്നത് പറയുമ്പോൾ അതിൽ മാൽ പ്രാക്ടീസിനൊക്കെ ഇടവരാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ അങ്ങനെയല്ല. സിസ്റ്റം അത് ചെയ്യുന്നു. സിസ്റ്റം അതിനനുസരിച്ച് ഫണ്ട് വന്നോ എന്ന് ചെക്ക് ചെയ്യുന്നു. വന്ന ഫണ്ട് അനുസരിച്ച് കറക്റ്റ് ആണെങ്കിൽ ആ ഫണ്ടിന് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു. ബാക്കിയുള്ള ഫണ്ട് റീഫണ്ട് ചെയ്യുന്നു. ഇതെല്ലാം ഇലക്ട്രോണിക്കലി ആക്കി മാറ്റുമ്പോൾ ചാൻസ് ഫോർ മാൽ പ്രാക്ടീസ് ഇസ് വെരി ലെസ്. അപ്പൊ ഇതാണ് പേപ്പർലെസ് പ്രൈമറി മാർക്കറ്റ് ഇഷ്യൂസ്. കൂടുതലും ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് മാറിയതിനെ സൂചിപ്പിക്കുന്നതാണ്. ഇതൊക്കെയാണ് പ്രൈമറി മാർക്കറ്റിലെ റീസെന്റ് ആയി നടന്നു വന്നിരിക്കുന്ന ട്രെൻഡ്സ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാനുള്ളത്. So until we meet up for our next lesson, goodbye.